കമൽ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മിന്നാമിന്നിക്കൂട്ടം. മീര ജാസ്മിൻ, നരേൻ, ജയസൂര്യ, ഇന്ദ്രജിത് സുകുമാരൻ, റോമ, സംവൃത സുനിൽ, രാധിക, അനൂപ് ചന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്ന ഈ ചിത്രം IT പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് പറയുന്നത്. 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്തത് നടക്കാത്ത വിഷമം കാരണം അഭിയെയും ചാരുവിനെയും പിടിച്ചു പിടിയാലെ അന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ചെന്നൈയിലുള്ള അതേ തിരുമാൻമിയൂർ കോവിലിൽ കൊണ്ടുപോയി കല്യാണം നടത്താനായിരുന്നു ഫ്രണ്ട്സിന്റെയും തീരുമാനം. അങ്ങനെ വാശിയൊക്കെ കളഞ്ഞിട്ട് ചാരും അഭിയും വിവാഹിതരായി പുതിയൊരു ജീവിതം ആരംഭിച്ചു. ചാരുവും അഭിയും ഇപ്പോൾ UK സെറ്റിൽഡ് ആണ്. അവരിപ്പോൾ അവിടെ തന്നെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോൾ ചാരുവിനെ പോലെ തന്നെ വാശിക്കാരിയായ ഒരു മോളുണ്ട്. ചാരുവിനും പണ്ടത്തെ ആ വാശിയും ദേഷ്യവും ഇപ്പോഴും ഉണ്ടെങ്കിലും അബിയുടെ ഒരു സോറയിൽ അവൾ ഫ്ലാറ്റ്. മാണിക്കുഞ്ഞും റോസ്മേരിയും അവരുടെ ഇരട്ടക്കുട്ടികളും ഇപ്പോൾ റോസ്മേരിയുടെ ഡ്രീം ഹോമിലാണ് താമസം. മാണിക്കുഞ്ഞിന്റെ അമ്മാമ മരിച്ചുപോയി. റോസുവിന്റെ അമ്മച്ചി അവരുടെ കൂടെ തന്നെയുണ്ട്, അവളുടെ ഇരട്ടക്കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടും ലാളിച്ചുകൊണ്ടും. റോസ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാണിക്കുഞ്ഞ് കൊച്ചിയിലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പണ്ട് ഫ്രണ്ട്സിന് വെച്ച് വിളമ്പി പ്രസവിക്കാൻ കൂടി സമയമില്ലാതിരുന്ന മുമ്മുവിനിപ്പോൾ 2 മക്കളാണ്. വലുത് പെൺകുട്ടിയും ഒന്നൊരു വികൃതിയായ ആൺകുട്ടിയും. സിദ്ധു ആണെങ്കിൽ ഒരു പക്വതയുള്ള അച്ഛനായിട്ടുണ്ട്. ഇപ്പോൾ മുംതാസിന്റെ ഫാമിലിയെ പോലെ തന്നെ സിദ്ധുവിന്റെ ഫാമിലിയും അവരുടെ ബന്ധം അംഗീകരിച്ചു. സിദ്ധു ഇപ്പോൾ മുംബൈയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മുമ്മുവും കുട്ടികളും സിദ്ധുവിന്റെ കൂടെ മുംബൈയിലാണ് താമസം. കുക്കിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുംതാസ് വീട്ടിൽ തന്നെ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങിയിരിക്കുകയാണ്. കല്യാണി ഇപ്പോൾ അവളുടെ ഹസ്ബൻഡും കുട്ടിയുമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് വെച്ച് പുലർത്തുന്ന ആളാണ് കല്യാണി. പിന്നെ പാച്ച ഇപ്പോൾ അക്കാമകളുമായിട്ട് ചെന്നൈയിലാണ് താമസം. 2 കുട്ടികളുണ്ട് അവർക്ക്. അവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് പാച്ച. ഇന്ന് മിന്നാമിന്നി കൂട്ടങ്ങളുടെ ഗെറ്റ് ടുഗദർ ആണ്. മുംബൈയിലെ സിദ്ധുവിന്റെയും മുമ്മുവിന്റെയും ഫ്ലാറ്റിൽ വെച്ചാണ് നടക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അന്ന് അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ തീർത്തിരുന്നത് അവിടെ വെച്ചായിരുന്നല്ലോ. ഇന്നും അതുപോലെ അബിയുടെയും ചാരുവിന്റെയും പിണക്കങ്ങളും റോസുവിന്റെയും മാണിക്കുഞ്ഞിന്റെയും പുളുവടിയും മുമ്മുവിന്റെയും സിദ്ധുവിന്റെയും സ്നേഹപ്രകടനങ്ങളൊക്കെ കൊണ്ട് ആ വീടും ഉണർന്നിരിക്കുകയാണ്. കൂടെ തന്നെ ഇരട്ടി സന്തോഷമേകാൻ അവരുടെ കുട്ടീസും.